സാർ, ഇറാനിലെ 10ഓളം ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ അവർക്ക് നഷ്ടമായത്. ഇവരെ കൊല്ലാനായിട്ട് ഇസ്രായേൽ ഒരു പുതിയ ആയുധം ഉപയോഗിച്ചു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായിരിക്കും കിട്ടും? പ്രധാനപ്പെട്ട ഈ യുദ്ധ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ജേണലുകളിലൊക്കെ പറയുന്നുണ്ട് ഈ 9 ശാസ്ത്രജ്ഞന്മാരെ കൊല്ലാൻ ഉപയോഗിച്ചത്. കാരണം 9 പേരും ഉറങ്ങുമ്പോഴാണ് ഒരേ സമയം കൊല്ലപ്പെടുന്നത്. കാരണം സ്വന്തം വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊല്ലപ്പെടുന്നവർ വിചാരിച്ചിരുന്നില്ല. സ്വന്തം വീടാണ് ഏറ്റവും സുരക്ഷിത സ്ഥാനം എന്നാണ് വിചാരിച്ചിരുന്നത്. മുമ്പൊക്കെ ആണവശാസ്ത്രജ്ഞന്മാരെ കൊന്നിരുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഇസ്രയേൽ കൊന്നിട്ടുള്ളത് അത് ഈ കാറിൻ്റെ ഡോറിൽ മാഗ്നറ്റിക് ബോംബൊക്കെ വെച്ചിട്ടാണ്. മറ്റേ പതിച്ചിരിക്കും ഫ്രണ്ട് ഡോറ് എൻ്റെ ഉള്ളില്. ആരെങ്കിലും 2 പേര് ബൈക്കിൽ വന്നിട്ട് ഇപ്പൊ പാകിസ്ഥാനിലെ അജ്ഞാതന്മാര് ചെല്ലുന്ന പോലെ ചെന്നിട്ട് പതിച്ചു വെച്ചിട്ട് പിന്നെ കാറ് അവിടെ അവർ ഓടിച്ചുകൊണ്ട് ബോംബ് പൊട്ടിത്തെറിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് പല ഘട്ടങ്ങളിലായിരുന്നല്ലോ. ഇത് ഒരേ സമയം ആദ്യം, അതായത് ഇത്തവണ ഇസ്രയേൽ ഇറാൻ ആക്രമിക്കുമ്പോൾ ആദ്യം ചെയ്ത പദ്ധതികളിലൊന്ന് ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെ 9 പേരെ കൊല്ലുക എന്നുള്ളതാണ്. കാരണം ഇറാൻ ആണവ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ ഇത്രയും ജ്ഞാനമുള്ള ഈ വിഷയത്തിൽ അവരുണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരേ സമയം ഉറങ്ങിക്കിടക്കുമ്പോൾ അതപ്പോൾ എന്തൊരു സ്പെഷ്യൽ വെപ്പൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആധുനിക ആയുധം. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇസ്രയേലിലെ N12 ചാനൽ ആണ്. അവർ വളരെ വിവരമുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, കോട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എന്താണ് ആയുധം എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. ചെറിയ ആയുധം ആണ് എന്ന് പറയുന്നുണ്ട്. വീടുകൾ ആക്രമിക്കാവുന്ന ആയുധമാണ്. മൊസാദ് നേരത്തെ ഡ്രോണുകൾ, ആൻറ്റി ടാങ്കിനെ തകർക്കാവുന്ന ഗൈഡഡ് മിസൈലുകൾ ഒക്കെ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തവണ ഡ്രോണുകളുടെ താവളം തന്നെ അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആദ്യത്തെ രാത്രി, ആക്രമണത്തിൻ്റെ ആദ്യത്തെ രാത്രി തന്നെ ഉറങ്ങിക്കിടന്ന 9 ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു. ഇവർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇസ്രയേലിന് നിർബന്ധമായിരുന്നു. മുമ്പ് കാർ ബോംബുകൾ കൊണ്ടാണ് കൊന്നിരിക്കുന്നത്. ഇത്തവണ അത് പക്ഷേ പരസ്യമായിരുന്നു, കാർ ബോംബ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതൊക്കെ പരസ്യമായിരുന്നു. അതുകൊണ്ട് പിന്നീട് ഭയങ്കര നിലവിളികൾ, അലമുറകളും ഒക്കെ ഇറാനിൽ ഉയർന്നു. ഇങ്ങനെ സംഭവിച്ചല്ലോ, അതാണല്ലോ, ഇതാണല്ലോ എന്നുള്ളത്. അപ്പൊ അത് തെരുവിൽ വെച്ചിട്ടൊക്കെയാണല്ലോ കൊന്നിരിക്കുന്നത്. ഇതങ്ങനെയല്ല, വീടിൻ്റെ അകത്ത് തന്നെ ആകട്ടെ, അലമുറയൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. 10ാമതൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അയാൾ ഈ രാത്രി ഈ ആക്രമണത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു, പക്ഷെ പിന്നീട് കൊന്നു അയാളെ. അപ്പോൾ കിടപ്പും മുറിയിൽ ആക്രമണം എത്തുന്ന ഇവർ കരുതിയിരുന്നില്ല. റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞ ഈ ഓപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിന്, ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്ന ഓപ്പറേഷൻ നാർണിയ എന്നായിരുന്നു പേര്. നാർണിയ എന്ന് പറഞ്ഞ ഈ കുട്ടികൾക്കൊക്കെയുള്ള പുസ്തകങ്ങൾ അതിൽ നാർണിയ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. കുട്ടികളുടെ കഥാപാത്രങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട കഥകളിലും ഒക്കെ. അത് തന്നെയായിരിക്കാം ചിലപ്പോൾ എടുത്തിട്ടുള്ളത്. ഓപ്പറേഷൻ നാർണിയ എന്നായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ആയുധങ്ങൾ സാധാരണഗതിയിൽ നശിപ്പിച്ച് അവസാനിപ്പിക്കാം. ആയുധങ്ങൾ നശിച്ചാലും ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ ഇത് വീണ്ടും വികസിപ്പിച്ചെടുക്കാം. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരെ തട്ടണം, ഇവരുടെ ജ്ഞാനം നിലനിൽക്കുമല്ലോ. അപ്പോൾ 20-40 കൊല്ലം എടുക്കും ഇനി ഇവർക്ക് ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ എന്നാണ് കരുതുന്നത്. റീഗ്രൂപ്പിംഗ്, ശാസ്ത്രജ്ഞന്മാരുടെ റീഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഇനി നടക്കില്ല. ഈ മുതിർന്നവരൊന്നും ഇല്ലല്ലോ. ഇത് ചിലപ്പോൾ ഒരു വ്യാമോഹമായി മാറാം ഇസ്രയേലിൻ്റെ. അപ്പോൾ IDF-ന്, ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ്, പട്ടാളത്തിനൊരു ഗവേഷണ വിഭാഗമുണ്ട്. അവർ പല വർഷങ്ങൾ ആ ഗവേഷണ വിഭാഗത്തിൽ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇറാനിലെ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പരിപാടി. അതിൻ്റെ അകത്ത് സാങ്കേതിക ഗവേഷകർ, പണ്ഡിതന്മാർ ഒക്കെ ഉണ്ട്. ആണവ ശാസ്ത്രജ്ഞന്മാരും ഉണ്ട് ഈ കൂട്ടത്തിൽ നർത്തം. പട്ടാളത്തിൽ കഴിഞ്ഞ 12 മാസം ഇവരുടെ ഗവേഷണം തീവ്രമാക്കിയിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് ആരൊക്കെയാണ് ടാർഗറ്റ്സ് എന്ന് ഇവർ തീരുമാനിച്ചത്. ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാർ? ഈ 9 പേര്
ഫർദൂയിൻ അബ്ബാസി ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് വിദഗ്ധൻ, മുഹമ്മദ് മെഹദി തെഹ്റാൻചി ഫിസിക്സ്, അക്ബർ സാദെ കെമിസ്ട്രി, പിന്നെ സയ്യിദ് ബാർജി മെറ്റീരിയൽസ്, ആമിർ ഫഖാഹി ഫിസിക്സ്, അബ്ദുൽ ഹമീദ് മിനൂഷഹർ റിയാക്ടർ ഫിസിക്സ്, മൻസൂർ അസ്കരി ഫിസിക്സ്, അഹമ്മദ് ദരിയാനി ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ്, അലി കത്രീമി മെക്കാനിക്കൽ. ഈ 9 പേരെയാണ് കൊന്നിരിക്കുന്നത്. പിന്നെ 2020 നവംബറിൽ മൊഹ്സൻ ഫക്രിസാദെ എന്ന് പറഞ്ഞ ഇവരുടെയൊക്കെ ഒരു മേധാവിയെ കൊന്ന കാര്യം നമ്മൾ മുമ്പ് മൊസാദിൻ്റെ ഓപ്പറേഷനുകളിൽ ചർച്ച ചെയ്തിരുന്നു. ഈ ഫക്രിസാദയെ കൊല്ലാൻ ഉപയോഗിച്ചത് പിന്നെ റിമോട്ട് കൺട്രോൾ വഴി മെഷീൻ ഗൺ ഉപയോഗിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓട്ടോമേറ്റഡ് മൗണ്ട് ഓൺ എ പിക്കപ്പ് ട്രക്ക്, ഒരു പിക്കപ്പ് ട്രക്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ഈ ഗൺ ഇല്ലേ ഉപയോഗിച്ചാണ് കൊന്നത്, മെഷീൻ ഗൺ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടായിരുന്നില്ല ആ ഓപ്പറേഷനിൽ എന്നർത്ഥം. ഫക്രിസാദയെ കൊന്നത് മനുഷ്യരല്ല. റിമോട്ട് കൺട്രോളിന് മനുഷ്യരുണ്ടാവും, പക്ഷെ കൊല്ലുന്ന സ്ഥലത്ത് ആയുധം മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന്. അപ്പം അന്ന് ശാസ്ത്രജ്ഞരെ കൊന്നതും ഒരു ആധുനിക രീതിയിലാണ്, ഇത്തവണയും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇത്തവണ വ്യോമാക്രമണം വഴിയാണോ കര വഴിയാണോ എന്നുള്ളത് ഉറപ്പില്ല ശാസ്ത്രജ്ഞന്മാരെ കൊന്നത്, പക്ഷെ വളരെ ക്ലോസ് ആയിട്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ആദ്യം റഫേൽ സ്പൈക്ക് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ഒക്കെ ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തവണ. ഇസ്ഫഹാനിൽ ആദ്യം ആണവ കേന്ദ്രം തകർക്കുമ്പോൾ ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലാനായിട്ടൊരു ആധുനിക ആയുധമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏതാണെന്നുള്ളത് മൊസാദിൻ്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പുറത്തു വരിക. അതാണ് ഓപ്പറേഷൻ നാർണിയ. അപ്പോൾ ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നാൽ സ്വാഭാവികമായിട്ടും ഇവരുടെ പിന്തുടർച്ചക്കാരുണ്ടാവില്ലേ? കാരണം ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മറ്റേ ജൂനിയർ സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ ഇവരുമായിട്ട് വീണ്ടും പദ്ധതി മുന്നോട്ട് പോകാമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോൾ ഇറാനുണ്ടോ? ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് അത്ര പ്രയാസം ഉണ്ടാകും എന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലൊക്കെ ഉണ്ടല്ലോ ആണവ ശാസ്ത്രജ്ഞന്മാര്. ഒരു ഇസ്ലാമിക ബോംബ് ഉണ്ടായാൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും കിട്ടുന്നുള്ളത് കൊണ്ടല്ലേ ഇസ്ലാമിക ബോംബ് പാടില്ല എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ആണവ ശാസ്ത്രജ്ഞന്മാരെ വിട്ടുകൊടുത്ത രാജ്യം കൂടിയാണ്. ഇപ്പൊ പിന്നെ ഈജിപ്തില് ഒരു ആണവ നിലയം ഇപ്പൊ പണിതുകൊണ്ടിരിക്കുക. അവര് മുമ്പൊരു ആണവ നിലയം പണിയാൻ കുറെ വർഷങ്ങളായിട്ട് ആലോചിച്ചിരുന്നെങ്കിലും അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ അവരൊരു ആണവ നിലയം ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈജിപ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചൈന ഇറാനെ ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിലും ഈ ആണവ കേന്ദ്രങ്ങളുടെ കാര്യത്തിലും ഒക്കെ ധാരാളം സഹായിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് ചെയ്യാം. കുറച്ച് മനുഷ്യരെ ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കാലം ഒരു തടസ്സം ഉണ്ടാവും. കാരണം ഓരോ സാധനങ്ങൾ എവിടെ എങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇല്ലേ? ഇവർ തമ്മിലുള്ള ആലോചന. ഈ മുതിർന്നവർ 10 പേര്, ഇപ്പോൾ 10 പേരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 9 പേര് ആ രാത്രിയും ഒരാൾ പിന്നെയും. അപ്പോൾ ആ 10 പേരാണ് ഈ മേധാവിമാരൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലർ പട്ടാള കേന്ദ്രങ്ങളിലും IRGCയുടെ കേന്ദ്രങ്ങളിലുമൊക്കെ ഈ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഇത്രയും കേന്ദ്രങ്ങൾ നയിക്കാനും ആളുകൾ വേണ്ടേ? ആളുകളൊക്കെയാണ് ഇല്ലാതായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആണവ ശക്തി ആകാനുള്ള ഇറാന്റെ മോഹങ്ങൾക്ക് തിരിച്ചടി കൊടുക്കുക, അല്ലെ അത് നശിപ്പിക്കുമെന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത്, അമേരിക്ക പറയുന്നത്. പാകിസ്ഥാൻ പണ്ട് AQ ഖാൻ എന്ന് പറഞ്ഞ ഒരാളെ ന്യൂസിലൻഡിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരികയായിരുന്നു. അവിടുത്തെ ഗവേഷണത്തിന് അല്ലേ? അദ്ദേഹമാണ് അവിടുത്തെ അണുബോംബിന്റെ പിതാവ് എന്നറിയാം. AQ ഖാൻ പിന്നീട് ലിബിയയിൽ കൊണ്ടുപോയി ഗദ്ദാഫിക്ക് കൊടുത്തു. ഇതാണ് ഇതിന്റെ ഷെയർ ചെയ്തു എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ. അതെ. അപ്പോൾ AQ ഖാൻ പിന്നെയും വേറെ ആരെയൊക്കെയോ സഹായിച്ചതായിട്ട് പറയുന്നുണ്ട്. അയാളതിന് പാകിസ്ഥാനിലല്ലായിരുന്നല്ലോ, വേറൊരു സ്ഥലത്ത് നിന്ന് പാകിസ്ഥാന് കൊടുത്തതല്ലേ എന്ന് പറഞ്ഞതുപോലെ. ഇപ്പോൾ ഇത് കണ്ടെത്താനൊന്നും പ്രയാസം ഉണ്ടാവില്ല, കുറച്ച് സമയം എടുക്കും. പക്ഷെ കണ്ടെത്തി ഒരാളെ കൊണ്ടുവരുമ്പോൾ പിന്നെ അയാളെ തട്ടിക്കളയും.
ഈ 10 അല്ലല്ലോ, ഇതിനു മുമ്പ് 5-8 പേരെ കൊന്നിട്ടുണ്ട് ആണവ ശാസ്ത്രജ്ഞന്മാരെ, അതെ, പ്രധാനപ്പെട്ട ആളുകളെ. അപ്പോൾ ഇറാൻ ഈ ആണവ പദ്ധതിയുമായി മര്യാദയ്ക്ക് മുമ്പോട്ട് പോകില്ല. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.